ജ്വല്ലറി ഉദ്ഘാടനത്തിനെത്തിയ തന്നെ കുന്തിദേവി എന്ന് ബോബി ചെമ്മണ്ണൂർ വിളിച്ചതിൽ ഹണി റോസ് തൻ്റെ അനിഷ്ടം രേഖപ്പെടുത്താതിരുന്നത് അന്ന് ഉദ്ഘാടനത്തിന് വിളിച്ചവരോടുള്ള ആദരവ് കാരണമാണെന്ന് ഹണി പറഞ്ഞു. പക്ഷേ അന്ന് തന്നെ വീട്ടിലെത്തിയതിന് ശേഷം അതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററെ വിളിച്ച് താൻ തൻ്റെ എതിരഭിപ്രായം പറഞ്ഞിരുന്നുവെന്നും ഇനി ഒരിക്കലും ബോബി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ താൻ ഉണ്ടാകില്ലെന്നും തീരുമാനിച്ചുവെന്നും ഹണി റോസ് വ്യക്തമാക്കി. സ്ത്രീത്വത്തെ അവമാനിക്കുന്ന തരത്തിലുള്ള ദ്വയാർത്ഥ കമൻറ്റുകൾ പറയുന്നതും തൻ്റെ പേര് വലിച്ചിഴക്കുന്നതും അയാൾ തുടർന്നതുകൊണ്ട് അയാൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും ഹണി പറഞ്ഞു. ബോബി ചെമ്മണ്ണൂരിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹണി പരാതി നൽകി കഴിഞ്ഞു. നിയമപ്രശ്നങ്ങൾ പരിഗണിച്ചാണ് മുൻപ് അദ്ദേഹത്തിൻ്റെ പേര് പറയാതിരുന്നതെന്നും ഹണി പറഞ്ഞു. കുറേ കാലമായി ഞാൻ ഇദ്ദേഹത്തിൻ്റെ ജ്വല്ലറികൾ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. ഇതുവരെ എന്നോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളൂ. പക്ഷേ 3-4 മാസം മുൻപ് അവരുടെ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ആയിരക്കണക്കിന് ആളുകളും മാധ്യമപ്രവർത്തകരെ നോക്കി നിൽക്കെ ഒരു മാധ്യമപ്രവർത്തകൻ ബോച്ചയോട് ഹണി റോസിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. ഹണി റോസിനെ കാണുമ്പോൾ എനിക്ക് കുന്തിദേവിയായിട്ടാണ് തോന്നുന്നതെന്ന് ബോച്ച പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ സമയത്ത് അത് എന്താണെന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ആ വീഡിയോ വൈറലായി. പുള്ളി ഡബിൾ മീനിങ് ആണ് പറഞ്ഞതെന്ന് ആളുകൾ പറയാൻ തുടങ്ങി. അവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് കരുതി ഞാൻ ഒന്നും പറഞ്ഞില്ല. നമ്മളെ ഒരു നല്ല കാര്യത്തിലാണ് ക്ഷണിച്ചിരിക്കുന്നത്. എന്നിൽ നിന്നൊരു മോശം പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല ഞാൻ ഇതുവരെ ആരോടും മോശമായി സംസാരിച്ചിട്ടുമില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വാർത്തയായി മാറും. ഇത്രയും മോശം അനുഭവം ഒരു സ്ഥലത്തു നിന്നും ഞാൻ നേരിട്ടിട്ടില്ല. നമ്മളെ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത് പ്രോഗ്രാം കോർഡിനേറ്ററാണ്, അല്ലാതെ ബോച്ചയല്ല. ബോച്ചയെ ഞാൻ സ്റ്റേജിൽ വെച്ചാണ് കാണുന്നത്. പണം കിട്ടുന്നതാണെങ്കിൽ ഇനി ഇത്തരം അന്തസ്സില്ലാത്ത പരിപാടികൾക്ക് പോകേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതും കഴിഞ്ഞ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന മറ്റൊരു പരിപാടിക്ക് ബോച്ചയായിരുന്നു ഗസ്റ്റ്. ഇദ്ദേഹം ഉണ്ടെന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. ഇദ്ദേഹമുള്ള സ്റ്റേജ് ഒഴിവാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്നും സംസാരിച്ചപ്പോൾ ഇദ്ദേഹം വീണ്ടും ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചു. ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ എന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിച്ചു. അതൊരു ജിം ആയിരുന്നു. പുള്ളി ഡബിൾ മീനിങ്ങിൽ കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. എന്നിട്ട് എന്നെ നോക്കുന്നു. ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നു. മറ്റാരും ചിരിക്കുന്നില്ല. ഇദ്ദേഹത്തിന് എന്താണ് കുഴപ്പമെന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചു. ആളുകൾ വിചാരിക്കുക നമ്മുടെ മൗന അനുപാതത്തോടെയാണ് ഇയാൾ ഇതൊക്കെ പറയുന്നതെന്നാണ്. പക്ഷേ അതങ്ങനെയല്ല എന്ന് എനിക്ക് പറഞ്ഞേ തീരൂ. ഈ കഴിഞ്ഞ ദിവസം ഈ വ്യക്തി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത് കണ്ടു. അതിൽ അയാൾ പറയുകയാണ്, ഹണി റോസിനെ കിട്ടുമോ, ഹണി റോസിനൊപ്പമാണോ ഹോട്ടലിൽ താമസിച്ചത് എന്നൊക്കെ. പക്ഷേ നിങ്ങൾ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതാണ്, നടിമാർ ഒന്നും അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു. വളരെ മോശമായ ഒരു ഇൻ്റർവ്യൂ. എന്നെ അപകീർത്തിപ്പെടുത്തുന്നതിനെതിരെ ഞാൻ കേസ് കൊടുക്കും. നീതി ലഭിക്കുന്നത് വരെ ഞാൻ പോരാടും. ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു. ദ്വയാർത്ഥ പ്രയോഗം നടത്തി അശ്ലീല കമൻറ്റുകളിട്ട 30ഓളം പേർക്കെതിരെ ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കഴിഞ്ഞു. ഹണി റോസ് എന്നല്ല ഒരു വ്യക്തിയുടെയും പോസ്റ്റിൽ പോയി അശ്ലീലം നിറഞ്ഞ കമൻറ്റുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, പോലീസ് നിങ്ങളെ തേടി വന്നേക്കാം. ഹണിക്ക് നീതി ലഭിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.